Hi, hello everyone. A warm welcome to Text and Notes again. അവൻ, അവൾ, ഹി ഓർ ഷീ ഇവരുടെ പതിവുകൾ എങ്ങനെ പറയാമെന്നത് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. യു ക്യാൻ ചെക്ക് ഇറ്റ് ഓൺ. എന്നാൽ ഇന്ന് അതിന് വിപരീതമായിട്ട് പതിവില്ലാത്ത കാര്യങ്ങളെപ്പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അവൻ പത്രം വായിക്കാറില്ല. എങ്ങനെ നമുക്കിത് എക്സ്പ്രസ് ചെയ്യാം? നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ഹി ഡസൻറ്റ് റീഡ് ന്യൂസ് പേപ്പർ. അപ്പോൾ അവൻ പത്രം വായിക്കാറുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ നമുക്കറിയാം ഹി റീഡ്സ് ന്യൂസ് പേപ്പർ എന്നാണ് പറയുക. അപ്പോൾ നമുക്കിവിടെ നെഗറ്റീവായിട്ടാണ് പറയേണ്ടത്. അപ്പോൾ റീഡ്സ് എന്നത് ഡസിൻ റീഡ് ആയി മാറുന്നു. ഹി സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മൾ റീഡ്സ് ഉപയോഗിച്ചത്. ഇപ്പോൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ റീഡ്സിൻ്റെ നെഗറ്റീവ് വരുന്നത് ഡസിൻ റീഡ് എന്നാണ്. ഡസിൻ റീഡ്സ് എന്നല്ല, ഡസിൻ റീഡ്. ഹി ഡസിൻ റീഡ് ന്യൂസ് പേപ്പർ. അവൾ പത്രം വായിക്കാറില്ല. നിങ്ങൾ തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഷീ ഡസിൻ റീഡ് ന്യൂസ് പേപ്പർ. ഷീ ഡസിൻ റീഡ് ന്യൂസ് പേപ്പർ. നെക്സ്റ്റ് വൺ, രാജേഷ് ജിമ്മിൽ പോകാറില്ല. യു ക്യാൻ ഗിവ് ഇറ്റ് എ ട്രൈ. കമോൺ. കിട്ടിയോ? യെസ്, രാജേഷ് ഡസൻ ഗോ ടു ജിം. രാജേഷ് ഡസൻ ഗോ ടു ജിം. അടുത്തത്, വിമല ക്ലാസ്സിൽ കയറാറില്ല. നിങ്ങൾക്ക് ശ്രമിക്കാം. എങ്ങനെ പറയാം? യെസ്, വിമല ഡസൻറ്റ് അറ്റൻഡ് ഹർ ക്ലാസ്. വിമല ഡസൻറ്റ് അറ്റൻഡ് ഹർ ക്ലാസ്. നെക്സ്റ്റ്, അയാൾക്ക് ഫുട്ബോൾ കളിക്കുന്ന ശീലമില്ല. നിങ്ങൾക്ക് ശ്രമിക്കാം കേട്ടോ. എക്സാക്ട്ലി, he doesn't play football. He doesn't play football. And we go for the last one. അവൾ ടി വി സീരിയൽ കാണാറില്ല. നിങ്ങളുടെ ശ്രമമാണ്. Do you get it? Yes, she doesn't watch TV serials. She doesn't watch TV serials. So I believe that you have understood this lesson. So we can meet again. Till then, bye. Have a nice day. Good night.